സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഉയർന്ന താപനില. ഇന്നും നാളെയുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. കാർത്തിക, ഈ മുന്നറിയിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? മഞ്ജുഷ, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കൂടിയ താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കും. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ഈ 3 ജില്ലകളിലാണ് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും സാധാരണയുള്ള താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കും. 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രാത്രി കാലങ്ങളിലും സംസ്ഥാനത്ത് ചൂടിപ്പോൾ നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. സൂര്യന്റെ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നതും. സൂര്യതാപ സാധ്യതയുള്ളതിനാൽ ഈ ഒരു മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിർമ്മാണ തൊഴിലാളികളൊക്കെ പകൽ സമയത്ത് വളരെ കഠിനമായി ജോലി ചെയ്യുന്നവരൊക്കെ അവരുടെ സമയം പുനഃക്രമീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഒഴിവാക്കി ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത ഈ വേനൽക്കാലത്ത് നിലനിൽപ്പുണ്ട്. വെള്ളം കുടിക്കാൻ തോന്നിയില്ലെങ്കിൽ പോലും തുടർച്ചയായി തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായി കഴിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ ശ്രദ്ധിക്കുക. കാരണം വരുന്ന ദിവസങ്ങളിലും ചൂട് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മാത്രമല്ല, ഈ ചൂട് കൂടുന്ന സമയത്ത് പലയിടങ്ങളിലും തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ അതും ഒരു കൃത്യമായി നിരീക്ഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മഞ്ജുഷ, രശ്മി, ഒപ്പം തന്നെ സൂര്യതാപം ഏൽക്കുന്ന സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലർക്കും യാത്രക്കിടെ അല്ലെങ്കിൽ ജോലിക്കിടെ തന്നെ സൂര്യതാപം ഏൽക്കുന്നു. ഒരു രീതിയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കാതെയുള്ള യാത്രകൾ തന്നെയാണ് ഇതിന് പ്രശ്നമാകാറുള്ളത്. ഈ തരത്തിൽ ഇനി തണ്ണീർപ്പന്തൽ അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഇതിലുള്ള പദ്ധതികൾ ഉണ്ടാവുമോ ഈ ഒരു സാഹചര്യം നേരിടാനായി? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യ 2-3 ദിവസങ്ങളിൽ അത് വളരെ കാര്യക്ഷമമായി അത് പ്രഖ്യാപനങ്ങൾ നടന്നിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ തണ്ണീർപ്പന്തലുകളിൽ എവിടെയും അത്തരത്തിലുള്ള സൗകര്യം ഒന്നും തന്നെ ലഭ്യമാകാത്തൊരു സാഹചര്യമാണ് നമുക്ക് കഴിഞ്ഞ വർഷം കാണാനായത്. ഇപ്പോൾ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ തണ്ണീർപ്പന്തലുകൾ ആരംഭിക്കുന്ന ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ഒരു വേനൽക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്രമാതീതമായി ചൂടുയരാനുള്ളൊരു സാധ്യതയാണുള്ളത്. അത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഒക്കെ ചൂടുയരും എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് വളരെ നിസ്സാരമായി കാണാതെ കൃത്യമായ മുന്നറിയിപ്പുകൾ പാലിക്കണം എന്നുള്ളതാണ് അറിയിക്കുന്നത്. പകർച്ചവ്യാധികളും ഈ കുട്ടികളൊക്കെ ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അവരും പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം. ചിക്കൻ പോക്സ്, ചെങ്കണ്ണ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് ഈ വേനൽക്കാലത്ത് കൂടുതലായും പടർന്നു പിടിക്കുന്നത്. ഇതിനെതിരെയും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിർമ്മാണ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, പുറത്ത് ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. തുടർച്ചയായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി. അതോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും കൃത്യമായി കഴിക്കുക. അല്ലാതെ ജങ്ക് ഫുഡ്സ്, അതോടൊപ്പം തന്നെ മറ്റ് വെള്ളം ഇതൊന്നും തന്നെ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒരുപാട് 60 വയസ്സ് കഴിഞ്ഞ ആളുകളും ചെറിയ കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ തന്നെ കുറച്ച് ദിവസം പ്രത്യേകം ഈ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ശരി, സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഉയർന്ന താപനില ഉള്ളത്. ഇന്നും നാളെയുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.